കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായും ഉന്നത സ്ഥാനീയരായ ഇതര ഉദ്യോഗസ്ഥന്മാർക്കെതിരായും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ധാരാളം ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ ആരോപണങ്ങളിൽ അന്തർലീനമാണ്. അത് കേരളം മുഴുവൻ ഏറെ ദിവസങ്ങളായി ചർച്ച ചെയ്യുകയും അവസാനം മുഖ്യമന്ത്രിയുടെ ഒരു മറുപടിയോടുകൂടി അത് ഏതാണ്ട് ഒരു സമാപ്തമായ മട്ടിൽ നിലകൊള്ളുകയുമാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ, പോലീസിന്റെ അതിക്രമങ്ങളും ചില ഉദ്യോഗസ്ഥന്മാരുടെ അനീതിയും സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കുറച്ചു കാലമായി നിലനിൽക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ജാഗരൂകമായ ഒരു അന്തരീക്ഷം ആവശ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പാരമ്പര്യവും മതേതരത്വവും സൗഹാർദ്ദവും ഒക്കെ നിലനിൽക്കുകയും നീതിപൂർവകമായ ഒരു ഭരണം ഇവിടെ ഉണ്ടാവുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സാധാരണക്കാരനും ഇല്ല. പക്ഷേ അതിന് സാധ്യതപ്രായമാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഭരണകൂടത്തിലുണ്ടാകണം. ജനപ്രതിനിധികൾ എന്താഗ്രഹിച്ചാലും അത് ലെജിസ്ലേച്ചറിൻ്റെ ആഗ്രഹമാണെങ്കിൽ പോലും അത് നടപ്പിലാക്കുന്നത് ഭരണകൂടമാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവാണ്. ആ എക്സിക്യൂട്ടീവിലാണ് ഇത്തരം ഉദ്യോഗസ്ഥന്മാർ കയറിയിരുന്ന് അവരുടെ ലെജിസ്ലേച്ചറിൻ്റെ താല്പര്യങ്ങളെയും ജനങ്ങളുടെ താല്പര്യങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൻ്റെ അന്തസത്ത. ആകയാൽ ഈ വിഷയത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രദ്ധിക്കേണ്ട കാര്യം, അവരവർ അധികാരത്തിൽ വരുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പുവരുത്തിയാലേ ഇത് അല്പമെങ്കിലും തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയുള്ളൂ.